പ്രേത സിനിമ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രേതമായിട്ട് അഭിനയിക്കാൻ വിളിക്കോ? ഇറ്റ് ഈസ് വൺ ഓഫ് മൈ ജീവിതാഭിലാഷം. ഓഫ്കോഴ്സ് ഞാൻ ചത്തുപോയി കഴിയുമ്പോൾ ഞാൻ പ്രേതമായിട്ട് വരും. അത് കൂടാതെ ജീവനോടുള്ളപ്പോൾ എനിക്കൊന്നും പ്രേതമാവാൻ താല്പര്യമുണ്ട്. ഇങ്ങനെ തടി ട്രാൻസ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഓപ്പൺ ട്രക്കിൽ ഇങ്ങനെ കയറ് കെട്ടിട്ട് ഇങ്ങനെ കുറെ തടി. അത് കണ്ടു ഞാൻ വണ്ടി നിർത്തി സൈഡിൽ നിൽക്കും. എന്നിട്ട് ആ വണ്ടി ഒരു 2 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങുള്ളൂ. That was the impact that Final Destination series had on the 90s kids. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഭയങ്കരമായിട്ട് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. ഐ ഹോപ്പ് എവറി വൺസ് ഓക്കെ. ഐ ഹോപ്പ് യു ആർ ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് വെയറിംഗ് സൺസ്ക്രീൻ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-ന്റെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആൻഡ് അപ്കമിങ് ഹൊറർ മൂവീസ്. ഐ ആം നോട്ട് സേയിങ് ദീസ് ആർ ഗോയിങ് ടു ബി ദ ബെസ്റ്റ് മൂവീസ്. ഇത് പ്രിഡിക്ഷൻ ഒന്നുമല്ല, എൻ്റെ പേഴ്സണൽ വാച്ച് ലിസ്റ്റിലുള്ള ടോപ്പ് മൂവീസ്. ലെറ്റ്സ് ഗോ. ലിസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പേ ജസ്റ്റ് ചെക്കിംഗ്, ഹാവ് യു ഓൾ വാച്ച്ഡ് മാർക്കോ? Yeah. I mean, it's not a horror movie and I usually discuss horror movies on this channel, but ende bhagavane, ende swami ayyappa endairunnu adu. I've reviewed Marco, do check that out. I liked the movie, by the way, but there's like some inconsistencies that I found. But overall it's a good movie. We should not nitpick. It's a great movie and it has created history for like the Malayalam industry. Unni Mukundanji has literally put us on the world map of action movies. Anyway, irrelevant. List thodangunne munne oru karyam kuda parayanundu, which is that in my list personally there is Nosferatu to be watched. It is a 2024 release. December 20th no 22nd no airno adu release idu. India release iduvare nadannilla. So while technically this movie is officially a 2024 release, India il adu irangittilla. അതുകൊണ്ട് ഞാൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഇസ് ഓൺ മൈ വാച്ച് ലിസ്റ്റ് ഫോർ 2025. മൂവി റിലീസ് ചെയ്യാൻ പോകുന്നത് Jan 10th. ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി ഔട്ട് ബിഫോർ ദാറ്റ്. എഡിറ്റ് ചെയ്യാനൊക്കെ ഇച്ചിരി മടിയുണ്ടേ, അറിയാത്തോണ്ടാ. അപ്പൊ നമുക്ക് ലിസ്റ്റ് തുടങ്ങാം. ഫസ്റ്റ് മൂവി ഓൺ മൈ ലിസ്റ്റ് ആൻഡ് വൺ ദാറ്റ് വി ഹാവ് ഓൾ ബിൻ ഡൈയിങ് ടു വാച്ച് ഈസ് Conjuring ലാസ്റ്റ് റൈറ്റ്സ്. സോ Conjuring സിനിമാറ്റിക് യൂണിവേഴ്സ് ഞാൻ ഓൾറെഡി ഒരു ഭയങ്കര എമണ്ടൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു, ഇൻ ക്രോണലോജിക്കൽ ഓർഡർ, റിലീസ് ഓർഡറിലല്ല. സംഭവങ്ങൾ ആക്ച്വലി റിയൽ ലൈഫിൽ നടന്ന ഓർഡറിൽ ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആരും ഇതുവരെ Conjuring തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗോ വാച്ച് ദാറ്റ് വീഡിയോ ആൻഡ് യു വിൽ നോ വിച്ച് ഓർഡർ ടു വാച്ച് ദ മൂവീസ് ഇൻ. Okay, don't watch it in the order the movies were released. തുടങ്ങുന്നേ ഉള്ളൂ എങ്കിൽ watch it in the order the incidents happened in real life. Yes, all Conjuring movies are based on real life incidents and they are taken out of Ed and Lorraine Warren's case file. So they're actual demonologist couple ആണ്. In fact അവര് ഈ ഓരോ ഹൊറർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന്റെ ആർട്ടിഫാക്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവരുടെ വീടിന്റെ അടിയിൽ ഒരു ബേസ്മെന്റിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ദ റിയൽ ആനബെൽ ഡോൾ ഇതൊക്കെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഒരു US ടൂറിസ്റ്റ് വിസ എടുത്ത് പോയാൽ കാണാവുന്ന കാര്യമേ ഉള്ളൂ. So yeah, the first movie on my list is Conjuring Last Rites. September 2025 അവര് എസ്റ്റിമേറ്റഡ് റിലീസ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, വേറെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ ആ വീക്കെൻഡ് വേറെ മൂവീസ് ഒക്കെ റിലീസ് ചെയ്യുന്നുണ്ടോ എന്ന് ബേസ് ചെയ്തിട്ട്. ഇത്തവണത്തെ ഏതാണ് കേസ് ഫയൽ എന്ന് അറിയില്ല, നമുക്ക് ഹൈപ്പോത്തസൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇവർ ഒരുപാട് റിയൽ ലൈഫ് പാരനോർമൽ കേസസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവരുടെ കേസ് ഫയലിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 200ഓളം കേസസ് ഉണ്ട്, വലുതും ചെറുതുമായിട്ട്. ഏതാണ് ഇത്തവണ എടുത്തേക്കുന്നതെന്ന് അറിയില്ല, ബട്ട് ഐ ഹേർഡ് ദാറ്റ് ഇതിനകത്ത് ആനബെല്ലും വാലാക്കും ഒരുമിച്ച് വരും. അതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് അത് വരുവാണെങ്കിൽ ഇറ്റ് വിൽ ബി എപ്പിക്. പിന്നെ ഇത് വിൽ ബി ദ ലാസ്റ്റ് ഓഫ് ദി Conjuring സിനിമാറ്റിക് യൂണിവേഴ്സ്. 2013 അവർ തുടങ്ങിയത്. അയ്യോ, എത്ര വർഷം, 12 വർഷമായി. ഷോ, ഇതോടെ സീരീസ് തീരും. Conjuring സിനിമാറ്റിക് യൂണിവേഴ്സ് ഇവിടെ തീരും. ആൻഡ് ദിസ് വിൽ ബി ദ ലാസ്റ്റ് ടൈം എഡ് ആൻഡ് ലൊറൈൻ വാറൻ വിൽ ബി സീൻ ഓൺ സ്ക്രീൻ. അത് കാരണം എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉണ്ട്. ടു ബി ഫ്രാങ്ക്, ലാസ്റ്റ് ഫ്യൂ Conjuring മൂവീസ് ഇച്ചിരി ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു, എസ്പെഷ്യലി ദ ഡെവിൾ മെയ്ഡ് മീ ഡു ഇറ്റ്. അത് സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി ദാറ്റ് എ കോൺവിക്ട് പ്ലീഡഡ് നോട്ട് ഗിൽറ്റി ഓൺ ഗ്രൗണ്ട്സ് ഓഫ് ഡിമോണിക് പൊസഷൻ. ഒരാളെ കൊല്ലുന്നു, പക്ഷെ അയാള് കോടതിയിൽ പോയിട്ട് വാദിക്കുന്നു ദാറ്റ് ഞാനല്ല കൊന്നത്, എന്റെ മേത്തുണ്ടായിരുന്ന ചെകുത്താനാണ് കൊന്നതെന്ന്. ഒബ്വിയസ്ലി കേസ് തോറ്റുപോയി, ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് ലൈക്ക് വെരി യൂണീക്ക്. അന്ന് കാലത്തൊക്കെ ഭയങ്കര വലിയ സംഭവങ്ങളായിരുന്നല്ലോ. സോ യാ, ഫസ്റ്റ് മൂവി ഇസ് Conjuring The Last Rites. The second movie on my watch list is 28 Years Later. Remember 28 Days Later? It was one of the first iconic zombie movies to have ever graced the silver screen. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു കുറെ zombie movies വന്നു. എല്ലാം ഏറെക്കുറെയൊക്കെ മീഡിയോക്കർ ആയിരുന്നു.
ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് പിന്നെ ഇച്ചിരി അടിപൊളിയായിട്ട് സോംബി ചെയ്തത് കൊറിയൻ ട്രെയിൻ ടു ബുസാൻ ആണ്. ഇത് രണ്ടും അല്ലാണ്ട് എനിക്ക് വലിയ സോംബി മൂവീസ് ഒന്നും ഇഷ്ടമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് ഈസ് എ ട്രൈഡ് ആൻഡ് റെഫ്യൂസ്ഡ് കോൺസെപ്റ്റ്. ഒരു മ്യൂട്ടേഷൻ ഉള്ള വൈറസോ വല്ലതും വരുന്നു, എനി കൈൻഡ് ഓഫ് പാത്തജൻ, അത് നമ്മളെ കടിക്കുന്നു, അത് നമുക്ക് ക്യൂർ തൽക്കാലം ഇല്ല, ആൻഡ് അത് ലോകത്തിലെ ആൾക്കാരെയൊക്കെ റാബിഡ് ഡോഗ്സിനെ പോലെ ആക്കുന്നു. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് വീവ് സീൻ അഗൈൻ ആൻഡ് അഗൈൻ ആൻഡ് അഗൈൻ. അതിൽ വലിയ പുതുമ അറ്റ് ദിസ് പോയിന്റ് ഇല്ല, വിച്ച് ഇസ് വൈ ഐ എം റിയലി എക്സൈറ്റഡ് ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ 28 years later. It is so old at this point that we can predict that, you know, ഒരു കടി കൊണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് സിനിമയുടെ ബാക്കി പ്ലോട്ട് ഫുള്ള് കണ്ടുപിടിക്കാൻ പറ്റും. But I hear that according to like the Wikipedia synopsis and chatter among the horror fans, this is set in the same ambience. Like അന്ന് ഉണ്ടായ ഔട്ട്ബ്രേക്ക് കഴിഞ്ഞിട്ട് ലോകം ഇതുവരെ റിക്കവർ ചെയ്തിട്ടില്ല 28 വർഷമായിട്ട് പോലും. So what is happening is that there is a small group of survivors, and അവരെങ്ങനെ ഈ ലോകം, പുതിയ ലോകം നാവിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോറി. വൺ കാസ്റ്റ് ആണ്, തോമസ് ഷെൽബി ഒക്കെ ഉണ്ട്, കിലിയൻ മർഫി ഈസ് ഇൻ ഇറ്റ്. ഇതിന്റെ ഫസ്റ്റ് സിനിമ 28 days ലേറ്ററിലും കിലിയൻ മർഫി ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഹി വാസ് എ ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ് ഓർ സംതിങ്. അന്ന് അത്രയും വലിയ സ്റ്റാർ അല്ലായിരുന്നു പുള്ളി. ബട്ട് നൗ obviously he's like a big deal. And there's also Ralph Fiennes. We all know him most as Voldemort from the Harry Potter series, but yeah, he's also there in it. I'm really excited for this one. Particularly, like I said, ഇവർ ഇതിനകത്ത് എന്ത് പുതിയത് കാണിക്കുന്നു എനിക്കറിയില്ല. I'm excited, but I'm also keeping my hopes low. Yeah, you get it? Yep. അപ്പൊ നമുക്ക് 28 days later നമുക്ക് ഒരുമിച്ച് പോയി കാണാം. Okay? Done. The next movie on my watch list is Wolfman. Yeah, it is also a remake of the original Wolfman. I think it happened in 1984 or something. There is a couple and അവരുടെ ലൈഫിനെ അപ്സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വുൾഫിന്റെ മലയാളം എന്താ? Please tell me. So Wolfman is the story of a couple and their 2 children. They are living in the middle of nowhere as always. എല്ലാ പ്രേത സിനിമയും നടക്കുന്നത് in the middle of nowhere ആണ്. ഇത്രയും പ്രേത സിനിമകൾ ഇറങ്ങിയിട്ട് ആൾക്കാർക്ക് മനസ്സിലായില്ലേ, ഡോണ്ട് ഗോ ലിവ് ഇൻ ദ മിഡിൽ ഓഫ് നോവെയർ. എന്തെങ്കിലും സംഭവിച്ചാലും ഒന്നും വിളിച്ചാൽ പോലും വരാനായില്ല. Anyway, so Wolfman is similar to all werewolf stories. ഒരു മനുഷ്യന് വളരെ സാധാരണമായിട്ട് ഇതിലൊന്നും തീരെ വിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് ഒരു ചെന്നായ പോലത്തെ ചെന്നായ പോലത്തെ ജന്തുവിന്റെ കടി കൊള്ളുന്നു ആൻഡ് അയാൾ പതുക്കെ wolf-ആവുന്നു. പിന്നെ the rest of the movie is about how he either stops becoming a wolf or how the family kills him and survives. You know, it's a very emotionally charged drama because it's your loved one and you have to kill them to survive. You know, typical things. But Wolfman has a lot of marketing hype around it. I don't know why, but I'm excited to find out. Aditha Cinema is a deadly concept and I absolutely loved it. A24 in the Talk to Me, അത് Talk to Me, നടുക്കുള്ള ടിയോ മാറ്റി അവര് നമ്പർ ന്യൂമറിക്കൽ 2 ഇട്ടിട്ട് അത് റിലീസ് ചെയ്യും. ഒബ്വിയസ്ലി അതിന്റെ സീരീസ്, ഐ മീൻ അതിന്റെ സീക്വൽ ആൾക്കാർ ചോദിച്ചു വാങ്ങിയതാണ്, ഞാൻ അടക്കം. സോ വെൻ this movie first came out, it was like this low budget Australian movie. I think it was made for under like 5 million. അത് ശരിക്കും സിനിമയുടെ ലാംഗ്വേജിൽ ഒരു ബഡ്ജറ്റേ അല്ല, 5 million. ചില ആക്ടേഴ്സ് തന്നെ ഇൻഡിവിജ്വലി 10 million ഒക്കെ ചാർജ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് ഈ എൻറ്റയർ മൂവി അവർ 5 million ഉണ്ടാക്കിയത്. When it hit the theaters, I think in the first weekend itself, word of mouthും ആൾക്കാര് പറഞ്ഞ് ഉണ്ടാക്കിയ സോഷ്യൽ മീഡിയ ഹൈപ്പ് കൊണ്ട് മാത്രം I think it collected like 5 times the production money, and therefore avര് appo thanne first weekend thanne decide chedu that this is going to get a sequel. If you haven't watched Talk to Me, please go watch it. So the summary is that there is this artifact which used to belong to a psychic medium. അവര് മരിച്ചപ്പോ അവരുടെ കൈ പ്ലാസ്റ്റർ ഓഫ് പാരീസിലോ സിമെന്റിലോ പ്രിസർവ് ചെയ്തിട്ട്, ഒരു കൈ മാത്രം, അവരുടെ കൈ വെട്ടിയിട്ട് അത് ഇതിന്റെ അകത്ത് പ്രിസർവ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത്രേ നമുക്കറിയുള്ളൂ. ആ ഒരു ആർട്ടിഫാക്ടിനെ കൂടുതൽ സിനിമയിൽ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ബട്ട് ദ സ്റ്റോറി ഈസ് ദാറ്റ് ഇഫ് യു ഹോൾഡ് ദാറ്റ് ഹാൻഡ് ആൻഡ് സേ ടോക്ക് ടു മീ, സംതിങ് വിൽ അപ്പിയർ ഇൻ ഫ്രണ്ട് ഓഫ് യു. എന്തെങ്കിലും ഒരു സ്പിരിറ്റ്, അത് ഈ റാൻഡം നമ്പർ ജനറേറ്റ് ചെയ്യുന്ന പോലെ ഒരുപാട് സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ ലോകത്ത് ജീവിച്ച ആൾക്കാരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു സ്പിരിറ്റ് നമ്മുടെ മുന്നിൽ വരും and you have to say I give you permission to get into my body, not in the way that you're thinking, but yeah, in a creepy possession sort of way, and then you get to channel the spirits. And idoru party game aaki Englandle korchu pillaru, sorry Australiaile korchu pillaru, and avaroru 90 seconds o endo cap ചെയ്തിട്ടുണ്ട്. ആ ടൈമിനുള്ളിൽ ഈ കൈന്ന് നമ്മൾ നമ്മുടെ കൈ വിടണം, അല്ലെങ്കിൽ they become a permanent resident of your body. ഇത് ഫസ്റ്റ് മൂവിക്കകത്ത് ഒരു പെൺകുട്ടി ഹൂ ഇസ് ഗോയിങ് ത്രൂ എ ലോട്ട് ഓഫ് ഗ്രീഫ് ബിക്കോസ് ഷീ ലോസ്റ്റ് ഹർ മദർ,
and she and her bestie try this out, but somehow the bestie's young brother gets a prolonged period of exposure to this hand. Like ആ കുട്ടി almost ഒരു മിനിറ്റോളം ആ കൈ പിടിച്ചുകൊണ്ടിരിക്കും, because of which he gets possessed, and that forms the crux of that movie. It was amazingly made. പറയാതിരിക്കാൻ വയ്യ, ഒരു ഭയങ്കര റിഫ്രഷിങ് കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ സ്ഥിരം കാണുന്ന ഈ സോംബി വരുന്നു, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ പണ്ട് മരിച്ച ഒരാൾ പ്രേതമായിട്ടുണ്ടായിരുന്നു, അതിൽ നിന്നൊക്കെ ഒരു ഇത്തിരി ഡിഫറെന്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഐ എം ലൈക്ക് സൂപ്പർ എക്സൈറ്റഡ് ഫോർ ദിസ് മൂവി. ഒരു മാർക്കറ്റിംഗ് ഹൈപ്പിന്റെ ആവശ്യമില്ല, ഞാൻ തന്നെ എന്നെ ഹൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടു ടോക്ക് ടു മീ കാണാൻ വേണ്ടിയിട്ട്. And next movie that is on our watch list is Final Destination Bloodlines. As someone who grew up in the 2000s, എനിക്ക് ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമകൾ കാണുന്നത് കാരണം ഒരു തടി കൊണ്ടുപോകുന്ന ലോറിയുടെ പുറകിൽ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല പേടിയുണ്ട് ഈ പ്രായത്തിൽ. അത് ഫൈനൽ ഡെസ്റ്റിനേഷൻ എനിക്ക് തോന്നുന്നു എന്റെ എൻറ്റയർ ജനറേഷൻ അങ്ങോട്ട് ട്രോമറ്റൈസ് ചെയ്ത് കളഞ്ഞു. എനിക്കിപ്പോഴും ഇങ്ങനെ തടി ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ, ഓപ്പൺ ട്രക്കിൽ ഇങ്ങനെ കയറ് കെട്ടിയിട്ട് ഇങ്ങനെ കുറെ തടി, എനിക്കത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തി സൈഡിൽ നിൽക്കും. എന്നിട്ട് ആ വണ്ടി ഒരു 2 കിലോമീറ്റർ ദൂരെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കാൻ തുടങ്ങുള്ളൂ. That was the impact that Final Destination series had on the 90s kids. And the final chapter is coming out, and it is this time about ഒരു survivor ഫ്രം ലൈക്ക് ദി ഏർലി മൂവീസ്. അവർ ഡെത്തിനെ ചീറ്റ് ചെയ്ത് ഇത്രയും നാള് ജീവിച്ചു. അപ്പൊ അവർക്കിപ്പോ ഒരു ഗ്രാൻഡ് ഡോട്ടർ ഉണ്ട്. ഗ്രാൻഡ് ഡോട്ടറിന്റെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ദ കൊറോണർ ഫ്രം ഓൾ ഓഫ് ദീസ് ഫൈനൽ ഡെസ്റ്റിനേഷൻ സീരീസ്, ഹി വിൽ ബി റിപ്രൈസിംഗ് ഹിസ് റോൾ, ആൻഡ് ഐ എം റിയലി എക്സൈറ്റഡ് ഫോർ ഇറ്റ്. I don't know. It's not going to be anything new, or at least that's what I'm expecting. ഡെത്തിനെ മരിക്കേണ്ടതായിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഈ സിനിമയിൽ ഉണ്ടാവും. അവരാരും മരിക്കൂല, ബിക്കോസ് അവർ പ്ലെയിനിൽ കയറില്ല, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് അവർ പ്ലാൻ ചേഞ്ച് ചെയ്തു, ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ആൻഡ് ഡെത്ത് സ്റ്റാർട്ട്സ് കമ്മിങ് ഫോർ ദം വൺ ബൈ വൺ ഇൻ ദി ഓർഡർ ഇൻ വിച്ച് ദേ ഷുഡ് ഹാവ് ഡൈഡ്. ഇത് തന്നെ ആവാനാണ് സാധ്യത. ബട്ട് ഇതിനകത്ത് ഒരു ന്യൂ എലിമെന്റ് ഇസ് ദാറ്റ് ഈ 10-20 വർഷമായിട്ട് ഡെത്തിനെ ചീറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്. അപ്പൊ അവര് മരിക്കുമ്പോൾ പിന്നെ ഐ തിങ്ക് ഇറ്റ് ഹാസ് ടു ഗോ ബാക്ക് ആൻഡ് ദെൻ സ്റ്റാർട്ട് ദ ലിസ്റ്റ് ഓൾ ഓവർ അഗൈൻ. ഞാനത് ഹൈപ്പോത്തസൈസ് ചെയ്യാണ്. അവർ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻഫാക്ട് ട്രെയിലർ പോലും കോൺസെപ്റ്റ് അവർ റിവീൽ ചെയ്തെങ്കിലും ട്രെയിലർ ഒന്നും വലിയ കാര്യമായിട്ട് കാണിച്ചിട്ടില്ല. ബട്ട് യാ, ദിസ് ഇസ് ഓൾസോ ഓൺ മൈ വാച്ച് ലിസ്റ്റ്. And the final movie in my list is I, Frankenstein. Frankensteinനെ പറ്റി കേൾക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. It's like a cult classic. ഈ പ്രാവശ്യത്തെ വ്യത്യാസം is that Guillermo del Toro is directing it. I think he signed a 3-movie deal with Netflix, and he's already done like 1 series, not a movie. അത് പോയി കാണണം കേട്ടോ. ഐ വിൽ ലിങ്ക് ഇറ്റ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. അത് ഒരു ആന്തോളജി പോലെയാണ്. ആന്തോളജി അല്ല, ഇറ്റ്സ് ആക്ച്വലി എ സീരീസ് വിത്ത് ഈച്ച് എപ്പിസോഡ് കവറിംഗ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റോറി. ആൻഡ് ഗിയർമോ ഡെൽ ടോറോ ഇസ് ലൈക്ക് an icon between horror movie fans. So yeah, I, Frankenstein will be there. There is Oscar Isaac in it. എനിക്ക് ആളെ വലിയ ഇഷ്ടമാണ്. I'm a huge fan of Oscar Isaac, not just when I watched him in Moon Knight. Like, of course, he was good in that, but I became a bigger fan of him in Marriage Story, if you know what I mean. Yeah, so that's that. Then the final movie is I, Frankenstein. ഇത് കൂടാതെ കുറെ കൊറിയൻ മൂവീസും ഇന്തോനേഷ്യൻ മൂവീസും ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് വേറെ ലിസ്റ്റിൽ കവർ ചെയ്യാം. Right now I'm just covering Hollywood, or basically English movies that are going to be coming. എന്താണ് മലയാളം ഒരു ഇങ്ങനത്തെ ഒരു ഹൊറർ മൂവി ഉണ്ടാക്കാൻ പോണേ? I wonder. ആർക്കെങ്കിലും ഹൊറർ സിനിമ ഉണ്ടാക്കില്ലെങ്കിൽ എന്നെ പ്ലീസ് പ്രേതമായിട്ട് അഭിനയിക്കാൻ വിളിക്കോ. ഇറ്റ്സ് ലൈക്ക് മൈ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ ലൈഫ് ടു ബി എ പ്രേതം. ഒബ്വിയസ്ലി ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് പ്രേതമായിട്ട് വരും. ഞാൻ ജീവനോടുള്ളപ്പോൾ ഒരു പ്രേതമായിട്ട് പ്ലേ ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. മേക്കപ്പ് ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഞാൻ വരാം. അപ്പോൾ okay guys, that's all for today's video. Until I see you next time, this is Unbelievable. Bye. Come find me on Instagram if you have any other suggestions for upcoming horror movies. Drink water, wear sunscreen, be happy.